ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നടു റോട്ടിലാണ് ജമ്മുവിൽ. കാരണം എന്താ വെച്ചാൽ എമ്പുരാൻ കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഗായ്സ്. ബസ്സുകാരൊന്നും ഇവിടെ നിർത്തത്തില്ല. അപ്പോൾ ഇവിടുന്ന് 5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ്. ഇപ്പോൾ ഒരു 11:30 ആയി കാണും സമയമൊക്കെ. ഭയങ്കര വണ്ടി പോക്കൊക്കെ ഉണ്ട്. സൂക്ഷിച്ചു പോയാലേ പണി കിട്ടും. എന്തായാലും ഞാൻ എൻ്റെ യാത്ര നടത്തിക്കൊണ്ടിരിക്കട്ടെ. പോകുന്ന വഴിക്ക് നമ്മുടെ ചെനാബ് വാലി റിവറിൻ്റെ പാലം കാണാനിടയായി. അതുപോലെ തന്നെ നമ്മുടെ റിവറിൻ്റെ അവസ്ഥ. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ തിയേറ്റർ എത്തിയിട്ടുണ്ട്. മൂവി സ്റ്റാൻഡ് സിനിമാസ് ആണ് തിയേറ്റർ. ഒരു ചെറിയ മോൾ പോലെയാണ് ഞങ്ങൾക്ക് എൻട്രി ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. അവിടെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് പല ഷോപ്സ് ഉണ്ട്. നമ്മൾ എൻട്രി ചെയ്തു, ലാസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പോസ്റ്ററുണ്ട്, ഇത് ജാട്ട് പോസ്റ്റർ, പിന്നെ നമ്മുടെ സൽമാൻ ഖാൻ്റെ സിഗന്താർ പോസ്റ്റർ, നമ്മുടെ എമ്പുരാൻ്റെ ഓർഡർ സ്ഥിരമായിട്ട് എത്തിയിരിക്കുകയാണ് തിയേറ്റർ. ബാത്റൂമിലായിട്ട് കയറിയിട്ടൊന്ന് ഫ്രഷ് ആവുകയാണ്. L2 എംപുരാൻ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാണാൻ പോകേണ്ട സിനിമ ഇരിക്കുന്നത്. ഫൈനലി നമ്മുടെ ഷോ തുടങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു. ഇനി എന്തായാലും സിനിമ കാണണം. ഈ ഫസ്റ്റ് കാണുന്ന സീറ്റാണ് എൻ്റെ. അങ്ങനെ സീറ്റിൽ പോയി ഇരുന്ന് എന്തായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ സീറ്റിലിരിക്കുകയാണ്. ഇരുന്നിട്ട് കുറച്ച് എക്സ്പ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുകയാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ. നമ്മൾ മൂവി തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, 70 രൂപയ്ക്ക് മേടിച്ചതാണ്. പക്ഷെ റേറ്റ് അത്ര ഒന്നും അല്ല കേട്ടോ, കത്തി റേറ്റാണ്. കാണുന്നുണ്ടോ? 220 രൂപ, 150 രൂപ ഡിസ്കൗണ്ട്. ഓക്കെ, മയോണൈസ്, ഫ്രഞ്ച് ഫ്രൈസ്. ഇനി ഇതൊക്കെ വെച്ച് വേണം കഴിക്കാൻ. ജമ്മുവിലുള്ള തിയേറ്ററാണ്. എമ്പുരാൻ കാണാൻ വേണ്ടി അധികം ആളൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് കപ്പിൾസൊക്കെ മുകളിൽ ഇരിപ്പുണ്ട്. കപ്പിൾസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പുറകിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും സിനിമ കാണട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം. ഗൈസ്, എമ്പുരാൻ പടം കണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്നടാ പണി വെച്ചിരിക്ക് എൻ്റെ മോനെ, സീന് അടിപൊളി. അതായത് ഇപ്പോൾ കുറേ വിമർശനങ്ങളും അതുപോലെ തന്നെ ഡീഗ്രേഡിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ പറയുകയാണ്. അതായത് ഞാൻ എന്താ പറയുക, ഒരു ലാലേട്ടൻ ഫാൻ അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻ, അങ്ങനെ എനിക്കൊരു ഫാൻ ബേസ് ഒന്നും ഇല്ല. അത് കണ്ടതിൽ വെച്ചിട്ട് ലാലേട്ടനെ നല്ല രീതിയിൽ എന്താ പറയുക പൃഥ്വിരാജ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അജാതി ലെവലിലാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ, അതായത് മലയാളത്തിൻ്റെ എന്താ പറയുക ഒരു മൂവി മേക്കിങ്ങില്ലേ വേറെ ലെവലെത്തി. ഇങ്ങനെയൊക്കെ നമ്മുടെ എന്താ പറയുക നാട്ടുകാർക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുമെന്ന് വരെ ചോദിച്ചു പോകും. കാരണം അത്രയും അടിപൊളിയായിട്ട് നമ്മുടെ പൃഥ്വിരാജ് ഉണ്ടാക്കി ഈ മൂവി സൂപ്പർ ആക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. എന്നാലും കുറേ ഡീഗ്രേഡിങ്, അങ്ങനെ കുറ്റം കുറവ് അങ്ങനെ പറയുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ സംഭവം എന്താ വെച്ചാൽ കേരളത്തിലെ കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അങ്ങ് ഇൻ്റർനാഷണൽ ലെവല്, പിന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കുറേ സംഭവങ്ങൾ കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്. നമ്മുടെ എന്താ പറയുക മലയാളികൾ കുറേ പേര് ഡീഗ്രേഡ് ചെയ്യുന്നത്. എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി L3 വേറെ ലെവലാവുമെന്ന് ഉറപ്പാണ്. കാരണം ഇൻ്റർനാഷണൽ ലെവലിലെ സാധനമാണ് ഇനി L3 വരാൻ പോകുന്നത്. ഇത് ഗ്യാരണ്ടീഡാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ കുറേ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. എന്തായാലും അടിപൊളി ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.